നമസ്കാരം. വീണ്ടും മണിപ്പേച്ച് മലയാളം യൂട്യൂബ് ചാനലിൽ നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം. ഇന്ന് മാർക്കറ്റ് വന്നിട്ട് റിവേഴ്സിൽ ഭയങ്കരമായിട്ട് ഏറിയിരിക്കുന്നു. എന്തുകൊണ്ട് ഏറിയിരിക്കുന്നു എന്ന് നോക്കാം. 154 പോയിന്റാണ് ഏറിയിട്ടുള്ളത്. ബാങ്ക് നിഫ്റ്റി 256 പോയിന്റ് ഏറിയിരിക്കുന്നു. ഇവിടെ വന്നിട്ട് ഞാൻ ഒരു ഡെഡ് ക്യാപ് ബൗൺസ് ആയിട്ടാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ ഡെഡ് ക്യാപ് ബൗൺസിന് ഗ്ലോബലാ വന്നിട്ട് സ്കോട്ടി ബെസന്റ്, അമേരിക്കൻ ട്രഷറി സെക്രട്ടറി എഞ്ചിനീയർ ചെയ്തിരിക്കുന്നു. സ്കോട്ട് ബെസന്റ് ആക്ച്വൽ നെയിം. ഇവരെ സ്കോട്ടി എന്നാണ് വിളിക്കുന്നത്. ഇവർ വന്നിട്ട് ജോർജ് സൊറോസ്റ്റ് ഇൻ മാനേജറായിരുന്ന ആളാണ്. ഷ്വൻ ബില്യനറാണ്. എങ്ങനെ വന്ന് ഇതിനെ ഏറ്റി എന്നതാണ് ഇന്ന് നമുക്ക് നോക്കാം. ഇത് കാരണം സ്വർണത്തിൻ്റെ വിലയും ഭയങ്കരമായിട്ട് ഏറിയിരിക്കുന്നു. ഇത് കാരണം സ്വർണത്തിൻ്റെ വില ഇന്ന് 200 രൂപയ്ക്ക് മുകളിലാണ് ഏറിയിട്ടുള്ളത്. ട്വൻസ് ടൈം വന്നിട്ട് 4540 ആണ് ഫ്യൂച്ചേഴ്സ് മാർക്കറ്റിൽ ട്രേഡ് ആയിക്കൊണ്ട പ്രൈസ്. അവസാനം പിന്നെ 4500 അടുത്ത് സെറ്റിലായിരുന്നു. ഗോൾഡ് ആൽമോസ്റ്റ് 16,000 ടച്ച് ചെയ്തിരിക്കുന്നു. 24 ക്യാരറ്റ് ഇത് 15,927 രൂപയാണ്. 22 ക്യാരറ്റ് നോക്കുമ്പോൾ 14,600 ഇരുന്നത്. ഇന്ന് വെള്ളി 260 രൂപ എന്നാണ് പറയുന്നത്. ഫ്യൂച്ചേഴ്സ് മാർക്കറ്റിൽ 2,40,370 രൂപ. ഇതാണ് ഇന്നുള്ള ഓവറാൾ പിക്ചർ. മാർക്കറ്റിൽ എല്ലാ സ്റ്റോക്കും ഭയങ്കരമായിട്ട് ഗില്ലി പോലെ ഏറിയിരിക്കുന്നു. ഇത്രയും ദിവസം താങ്ങും എന്നതാണ് ചോദ്യം. മാക്സിമം 2-3 ഡേയ്സ് താങ്ങും. അതിൻ്റെ ശേഷം തിരികെ ഇറങ്ങും എന്നതാണ് ബെറ്റർ. എല്ലാ ഇൻഡീസസും ഇന്ന് ഏറിയിരിക്കുന്നു. മുത്തൂട്ട് ഫൈനാൻസ് ഒരുപാട് ദിവസത്തിന് ശേഷം 5% ഏറിയിരിക്കുന്നു. മണപ്പുരം 2.25% ഏറിയിരിക്കുന്നു. ഇൻഫോസിസ് 1.7% ഏറിയിരിക്കുന്നു. തമിഴ്നാട് മെർക്കൻറ്റൈൽ ബാങ്ക് 2% ഏറിയിരിക്കുന്നു. ഇന്നൊരു കാര്യം നിങ്ങളുടെ അടുത്ത് ഇന്നലെ പറയാൻ വിട്ടുപോയി ഞാൻ. നാറ്റ്കോ ഫാർമ വന്നിട്ട് 1.5 രൂപ ഡിവിഡൻഡ് കൊടുത്തിരിക്കുന്നു. ആഗസ്റ്റ് 20 ആണ് റെക്കോർഡ് ഡേറ്റ്. അതായത് ഇന്നുള്ള കാര്യമാണ്. പിന്നെ ഡിവിഡൻഡ് പേയ്മെൻറ്റ് ഒന്ന് ഓഗസ്റ്റ് 26 എത്തുന്നത്. ഇത് അവിടെ അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇന്ന് എന്താ എന്ന് നോക്കാം. US ട്രഷറി വന്നിട്ട് മാക്സിമം ഇൻ്റർമിനിസ്റ്റ് സെക്രട്ടറി എന്ന് നെയിം വാങ്ങിയിരിക്കുന്നു. അങ്ങനെയെന്ന് വെച്ചാൽ എന്തെന്നാൽ മാർക്കറ്റിൽ ഇൻ്റർവിങ് ഇപ്പം ചെയ്യുന്നു. ഓൾറെഡി നമ്മൾ അറിഞ്ഞു ഒരു പ്രാവശ്യം ജപ്പാനിൻ്റെ ഒപ്പം ചേർന്ന് വേണ്ട മാർക്കറ്റിൽ ഇൻ്റർവിങ് ചെയ്തു. ഇപ്പോൾ 2 ദിവസം കൊണ്ട് എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാൽ കാശിനെ പുതിയതായിട്ട് പ്രിൻ്റ് അടിച്ച് പഴയ സെക്യൂരിറ്റീനെ ബൈബാക്ക് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഈ ഷോർട്ട് ടേമിന് ഒരു ഷോർട്ടേജ് മാർക്കറ്റിൽ ഉണ്ടായിരിക്കും. ഈൽഡ് ഓട്ടോമാറ്റിക്കായിട്ട് താഴെ ഇറങ്ങും. എല്ലാം ശരിയാകുന്നത് പോലെ ഒരു ഫീലും കൊടുക്കും. ഇത് കാരണം ഡോളറിൻ്റെ വാല്യൂ താഴെ ഇറങ്ങും, ഗോൾഡിൻ്റെ പ്രൈസ് ഏറും. ബട്ട് ഇതൊക്കെ വന്നിട്ട് ഒരു ടെമ്പററി അറേഞ്ച്മെൻറ്റ് തന്നെ. അമേരിക്കയുടെ ടോട്ടൽ ഡെപ്റ്റ് എന്ന് പറയുന്നത് $40 ട്രില്യൺ കഴിഞ്ഞു പോകുന്നു. $40 ട്രില്യൺ. അങ്ങനെ പറയുമ്പോൾ ഇത്രയും ദൂരം ഡെപ്റ്റിനെ അവർ കണ്ടതില്ല. ഡെപ്റ്റിനെ കുറയ്ക്കാൻ ഏതൊരു പ്ലാനുമില്ല. ഓട്ടോമാറ്റിക്കായിട്ട് ഇപ്പോൾ ഇരിക്കുന്ന നോട്ടിനെ വെച്ച് പഴയ നോട്ടിനെ വാങ്ങുന്നത് പോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഡെയിലി നോട്ട് അടിച്ചുകൊണ്ടേയിരിക്കുന്നു. $41.1 ട്രില്യൺ ഡെപ്റ്റ് സീലിംഗ് വന്ന് ലേറ്റ് വിൻ്ററിലും മിഡ് സമ്മറിൻ്റെ അടുത്ത് ട്രാക്ക് ആകുമെന്നാണ് പറയുന്നത്. മിഡ് സമ്മർ എന്ന് പറയുന്നത് 2027 ബിഗിനിങ് ആണ്. ഇതിൻ്റെ ഇടയ്ക്ക് വന്നോട്ടിന് എന്താവുമെന്നാൽ തിരികെ നിങ്ങൾ വരണം. ഇതിൽ ട്രംപ് സാറിന് റെപ്രസെൻറ്റേറ്റീവ് ഇതിൽ സപ്പോർട്ട് പോകുമെന്ന് പറയുന്നു. സെനറ്റും പോകുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഡെപ്റ്റ് സീലിങ്ങിനെ ഉടയ്ക്കണമെങ്കിൽ സെനറ്റിലെയും ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവിലും അവരെ മെജോറിറ്റി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതാണ് ആദ്യത്തുള്ള ന്യൂസ്. ഇത് ഫെഡറൽ ഒഫീഷ്യൽസ് FOMC മീറ്റിംഗിൽ തന്നെ റേറ്റ് എന്ത് ചെയ്യണമെന്ന് അവർ ഡിസൈഡ് ചെയ്യും. മുക്കാവാശി പേരും റേറ്റിനെ കയറ്റണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അറ്റ്ലീസ്റ്റ് 0.25% എങ്കിലും റേറ്റിനെ കയറ്റണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇൻഫ്ലേഷൻ ഒരുപാട് ദിവസം കൊണ്ട് ഹൈ ആയിട്ടാണ് ഇരിക്കുന്നത്. കുറച്ച് കുറയ്ക്കുവാണെങ്കിൽ നമ്മൾ അതിനെ കണ്ട് പറ്റിക്കാൻ പറ്റരുത്. റേറ്റിനെ ഡെഫിനറ്റായിട്ട് കയറ്റണം അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. RBI വന്നിട്ട് ഒരു മെമ്പർ ഓഫ് MPC, അതായത് റേറ്റ് സെറ്റിംഗ് കമ്മിറ്റി ഒന്ന് അവർ വച്ചിരിക്കുന്നു. ഇത് മോണിറ്ററി പോളിസി കമ്മിറ്റിയാണ്. അവരും എന്ത് പറയുന്നു എന്നാൽ നമ്മളെ കൊണ്ട് എത്രയും തന്നെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്താലും നമുക്കിന്നൊരു മനസാക്ഷിയുണ്ട്. നമ്മളും ഈ ഷെഡ് സൈക്കിളിൽ റിട്ടേൺ ചെയ്യണം അങ്ങനെയാണ് പറയുന്നത്. രണ്ടുപേരും റേറ്റിനെ കയറ്റണമെന്നാണ് പറയുന്നത്. സ്റ്റോക്ക് മാർക്കറ്റിന് നല്ലതല്ല. ഷോർട്ട് ടേമിൽ നല്ലതായിട്ടിരുന്നാലും ലോങ് ടേമിൽ സ്റ്റോക്ക് മാർക്കറ്റ് കറപ്റ്റ് ആകും എന്ന ഇൻഡിക്കേഷനാണ് ഇത് തരുന്നത്. കൊറിയൻ ഇൻവെസ്റ്റേഴ്സ് എന്ത് ചെയ്യുന്നു എന്നാൽ USA സ്റ്റോക്കിന് പിന്നെ തുറത്തുന്നു. പാൽ സ്ട്രീറ്റിൽ വേറെ വിധമായിട്ടുള്ള റിസ്കുകളിന്
ഒരു ഫേസ് ചെയ്യണമെന്നത് നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റുന്നു. കാരണം റെഡിയായിട്ട് അവരുടെ മാർക്കറ്റ് കയറി അതിൽ ഹൈനിക്സിനെയും സാംസങ്ങിനെയും വിശ്വസിച്ച് എൻറ്റയർ പോപ്പുലേഷനിൽ 2% മാർക്കറ്റിൽ ഭയങ്കരമായിട്ട് അടി വാങ്ങിയിരിക്കുന്നു. സ്റ്റീൽ പ്രൈസ് ടു ബുക്ക് റേഷ്യോ വരലാർ കാണാതെ അത്രയ്ക്കും 6 ഇയേഴ്സിൽ കാണാതെ അത്രയ്ക്കുമാണ് ലോ ആയിട്ടുള്ളത്. പ്രൈസ് ടു ബുക്ക് വന്നിട്ട് 2.96 ആയിട്ടാണ് ഇരിക്കുന്നത്. നമ്മൾ ഇവിടെ പ്രൈസിനെയും ബുക്കിനെയും കമ്പയർ ചെയ്ത് ബുക്ക് വാല്യൂ കുറവാ കിട്ടിയാൽ നോക്കാം എന്ന് നോക്കുന്നു. പ്രൈസ് ടു ബുക്ക് 3 എന്ന് ഇരിക്കുന്നു വാങ്ങുന്ന പറയുവാണെങ്കിൽ അതൊരു വിളയാട്ടായിട്ടാണ് ഇരിക്കുന്നത്. അവർ തന്നെ പറയുന്നു മാർക്കറ്റ് വളരെ ഹൈ ആയിരിക്കുന്നു എന്നതിന് ആ റിപ്പോർട്ട് തന്നെ പറയുന്നു. ബ്ലൂംബർഗ് എന്ത് പറയുന്നു എന്നാൽ എല്ലാ ഹെഡ്ജ് ഫണ്ട് മാനേജേഴ്സിനെയും ഇപ്പോൾ നോക്കി ഇത് ഏഷ്യയിൽ നിങ്ങളുടെ മോസ്റ്റ് ഫേവറേറ്റ് സ്റ്റോക്ക് മാർക്കറ്റാണ്, ഇത് വളരെ കുറവായിട്ടുള്ള ഫേവറേറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നു. പോയ പ്രാവശ്യം ചെക്ക് ചെയ്യുന്ന സമയം ഇന്തോനേഷ്യ ആയിട്ടാണ് ഇരുന്നത്. ഇന്ത്യ വന്നിട്ട് ഇന്തോനേഷ്യയുടെ ഒപ്പം കട്ടിപ്പിടി വൈദ്യം ചെയ്ത് ഓട്ടിയിട്ടാണ് പിറകിലാകി നിൽക്കുന്നത്. അതിലും ഇന്ത്യയാണ് ലോയസ്റ്റ്. TCS, HCL, ഇൻഫോസിസ് എല്ലാവരും വന്ന് ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് വിധവിധമായിട്ടുള്ള ഒരു പാത്തിനെ അവർ എടുത്തുകൊണ്ട് പോയി. ഏത് പാത്ത് സക്സസ് ആകും എന്നത് അവർ ചോദിക്കുന്നു. എന്നെ പൊറുത്ത മട്ടിൽ എല്ലാ പാത്തും ഒരേ സ്ഥലത്തിൽ നോക്കി പോവും. ഏജൻറ്റിങ് റോബോയിനെ അവർ മാനേജ് ചെയ്യും. ഇത് കാരണം ആൾക്കാർ കുറയുമേ അല്ലാതെ ടേൺ ഓവർ വലുതായിട്ട് ഏറൂല. ആ ഫിപ്സൊക്കെ ഡെഫിനറ്റായിട്ട് ഏറും എന്നത് നമുക്കറിയാം. അഗ്നസെൻറ്റ്, വിപ്രോ, ലെൻറ്റി മൈൻഡ്ലിയും ഫ്രഷേഴ്സിൽ ആൾറെഡി ജോബ് ഓഫർ കൊടുത്തവർകൾ അവരെ അകത്തെടുക്കാതെ ഇഴുത്തുകൊണ്ടിരിക്കുന്നു. വിപ്രോയുടെ മുകളിൽ ആൾറെഡി കേസ് ഇട്ടിരിക്കുന്നു. അതുപോലെ തന്നെ TCSൻ്റെ മുകളിലും കേസ് ഇട്ടായിരുന്നു. കത്തി കാണിച്ച ആൾക്കാരെ ചേർക്കാൻ പറ്റൂല. അതിൽ എന്താണെന്ന് വെച്ചാൽ പഴയ സീനിയർ ആൾക്കാരൊക്കെ ജോലിക്ക് വിളിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ പുതു ആൾക്കാരെ ആ റേറ്റിൽ റിക്രൂട്ട് ചെയ്ത് വളരെ ചീപ്പായിട്ടാണ് റിക്രൂട്ട് ചെയ്യുന്നത്. ഓർഗനൈസേഷൻ്റെ എത്രയും കമ്പനിക്കാണ് ശമ്പളം കൊടുക്കുന്നു എന്ന് ചെക്ക് ചെയ്ത് നോക്കുവാണെങ്കിൽ ഈ എംപ്ലോയിക്ക് മാസം 20,000 കൊടുത്താൽ തന്നെ അത് വലുതെന്ന് പറയുന്നു അവർ. അത് കുറച്ച് എക്സ്പേർട്ടെങ്കിൽ ഒരു 40,000 വരയ്ക്കും കൊടുക്കുന്നു. അതായത് 20 40,000 വരയ്ക്കും കൊടുക്കുന്നു. 3 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ കൂടെ ആ പിടിത്തോം പോക കയ്യിൽ ഒരു 15,000 തന്നെ കിട്ടും. ഒരു IT സോഫ്റ്റ്വെയർ എഞ്ചിനീയറിൻ്റെ ബിഗിനിങ് സാലറി, ഒരു ഡ്രൈവർ സാലറി എവിടെ കുറവായിട്ടാണ് ഇരിക്കുന്നത്. ITC ഹോട്ടൽസ് വന്ന് പ്രോപ്പർട്ടി വാങ്ങി അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യും. ഒരു ലക്ഷറി പ്രോപ്പർട്ടി വാങ്ങി അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യാം ബായിൽ എന്നാണ് വിചാരിക്കുന്നത്. ആണ് ന്യൂസ്. HDFC ബാങ്കിൻ്റെ ഷെയർസ് ചരക്ക് മരത്തിലാണ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ശശി തരൂർ ജഗദീശനെ റീപ്ലേസ് ചെയ്താൽ തന്നെ ഇംപ്രൂവ് ആകും. സ്റ്റോക്ക് ഇന്നും 2 ടൈംസ് ബുക്കിലാണ് ഇരിക്കുന്നത്. നമുക്ക് ലഞ്ച് ടൈം പോയി വന്നിട്ട് ബാറ്റ് ചുറ്റണമെങ്കിൽ പ്രൈസ് ബുക്കിൻ്റെ അടുത്ത് വന്നാൽ തന്നെ ഡെഫിനറ്റായിട്ട് ബെസ്റ്റായിരിക്കും. IDFC ഫസ്റ്റ് ബാങ്ക് വന്ന് ലോകത്തിലെ ആദ്യത്തെ പ്രാവശ്യം $500 മില്യൺ വന്നിട്ട് മെയ്ഡ് ഇൻ ഫസ്റ്റ് ടൈം ബാങ്ക്. അതായത് ഇൻ്റർനാഷണൽ ഇഷ്യൂസൊക്കെ ആയിട്ട് ഇതുപോലത്തെ റെസ്പോൺസ് കിട്ടിയിരിക്കുന്നത് വൈദ്യനാഥിൻ്റെ ഒരു ടാലൻറ്റിനുള്ള ഒരു എക്സാമ്പിളാണ്. എത്രയും ദൂരം ഇത് ഡെവലപ്പ് ആകും എന്നതിൽ നമ്മൾ വെയിറ്റ് ചെയ്ത് തന്നെ നോക്കണം. മെയ്ഡ് ഇൻ ഗ്ലോബൽ ബോണ്ട്, അതായത് ആദ്യത്തെ പ്രാവശ്യം ഇന്ത്യൻ ഇൻവെസ്റ്റർ ഇല്ലാതെ വെളിനാടുകളിൽ ഇരിക്കുന്നവർ ലീഡ് ചെയ്യാൻ ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇവിടെ വന്നിട്ട് അവർ ലോക്കൽ കമ്പനി ഫുള്ളി ഓൺ സബ്സിഡറി ഹീറ ഹെൽത്ത് സയൻസസിൻ്റെ ഒപ്പം മെർജർ ചെയ്ത് ഇന്നും സ്ട്രോങ് ആയ കമ്പനിയായിട്ട് എമർജ് ആയിരിക്കുന്നു. അതേസമയം ഹ്യൂണ്ടായി എന്ത് പറയുന്നു എന്നാൽ നിങ്ങൾക്ക് സെയിൽസ് ആകുമെന്ന് കുറിച്ച് നിങ്ങൾക്ക് പ്രോബ്ലം ഇല്ല. ഇന്ത്യയിൽ സെപ്റ്റംബർ മാസം റേറ്റ്സിന് 1% ഏറ്റാൻ പോകുന്നു എന്നാണ് പറയുന്നു. ആദ്യത്തെ പ്രാവശ്യം 10 വർഷത്തിൻ്റെ മുകളിൽ ഷുഗറിന് 1 മില്യൺ ടൺ നമ്മൾ ഇമ്പോർട്ട് ചെയ്യാൻ പോകുന്നു. ഇന്ത്യ വന്നിട്ട് ഒരു സർപ്ലസ് കൺട്രിയാണ്. ഷുഗറിന് ഇന്ത്യ ഇമ്പോർട്ട് ചെയ്യണത് ഒരു വലിയ ഷോക്കാണ്. ഇല്ലിനോ അഫക്റ്റ് കാരണം ഈ അഗ്രികൾച്ചർ അഫക്റ്റായ കാരണമാണ് ഈ ഷുഗറിൻ്റെ പ്രൊഡക്ഷൻ നമുക്ക് കുറഞ്ഞിരിക്കുന്നത്. ഷുഗർ റിലേറ്റഡ് സ്റ്റോക്കൊക്കെ കയറിയിരുന്നാലും ഇത് ഇന്ത്യക്ക് നല്ലതല്ല. IT കമ്പനികളൊക്കെ എത്ര ക്വിക്കായിട്ടാണ് ബൗൺസ് ആകുമെന്ന് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നു. പറയുന്നത് വളരെ പാടാണ്, പക്ഷെ മിനിമം ഒരു 5 കൊല്ലം കാത്തിരിക്കുവാണെങ്കിൽ തന്നെ നടക്കും. അപ്പോൾ തന്നെ അവരെങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റും. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. കൊച്ചുങ്ങളുടെ ഫിനാൻഷ്യൽ ലിറ്ററസി ബുക്ക് മണി ഫോർ നത്തിങ് എന്ന ഒരു 2ാമത് പാർട്ട് ചെക്ക് എങ്ങനെയാണ് ഫില്ല് ചെയ്യണം, ഈ ഡെപ്പോസിറ്റ് ബില്ലൊക്കെ എങ്ങനെയാണ് ഫില്ല് ചെയ്യണം, ആശയം എങ്ങനെയാണ് എവോൾവ് ആയി വന്നു, ബാർട്ടറിലിരുന്ന് ഡിമോണിറ്ററൈസേഷൻ വരെയുള്ള കാര്യങ്ങളൊക്കെ കവർ ചെയ്തിട്ടുണ്ട്. ഇത് 10 മുതൽ 12 വയസ്സ് വരെയുള്ള കൊച്ചുങ്ങൾക്ക് ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടിരിക്കും. ഈ ബുക്കിന് ഇപ്പോൾ ഒരു സ്പെഷ്യൽ പ്രൈസിൽ 450 രൂപയ്ക്കാളെ കൊടുക്കുന്നു. ഇതിന് യൂസ് ചെയ്യാം. അണിപേച്ച്.com വെബ്സൈറ്റിനെ സബ്സ്ക്രൈബ് ചെയ്യാം.
ഒരാഴ്ചയ്ക്ക് 4 പ്രീമിയം ആർട്ടിക്കിളും ഈ ആർട്ടിക്കിൾസ് ഒരു 10-15 ഇടുന്നു. ഇത് സബ്സ്ക്രിപ്ഷൻ മൂലം നിങ്ങളിതിനെ ഉപയോഗിക്കാം. ഒരു മാസത്തിന് വെറും രൂപ 99 മാത്രമാണ്. അപ്പം ഞാൻ പറയുന്ന കോൺസെപ്റ്റ്സിനൊക്കെ വളരെ എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിക്കാണ് ഇതിൽ ഇടുന്നത്. ഇത് നിങ്ങൾ വായിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനമുണ്ടാകും. നന്ദി, നമസ്കാരം. നമസ്കാരം. അപ്പോൾ ചിന്മയ്ക്ക് വേണ്ടി ഒരു പുസ്തകം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വളരെ സക്സസ്ഫുൾ ആയിട്ടും പോയി. ആർക്കെങ്കിലും ആ പുസ്തകം ആവശ്യമുണ്ടെങ്കിൽ ഈ ടീമിനെ എനിക്ക് കോൺടാക്ട് ചെയ്യാം. താഴെ ഇരിക്കുന്ന നമ്പർ എന്നെ വിളിച്ചാൽ മതി. അല്ലെങ്കിൽ വെബ്സൈറ്റിൽ കോൺടാക്ട് ചെയ്യാം. ഇത് മൂലം ആ പുസ്തകം എനിക്ക് വാങ്ങാം. മറ്റ് പുസ്തകങ്ങളും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ വാട്സപ്പ് മൂലം നിങ്ങൾക്ക് വാങ്ങാം. അല്ലെങ്കിൽ വെബ്സൈറ്റ് ഉപയോഗിച്ചും നിങ്ങൾക്ക് വാങ്ങാം. നന്ദി, നമസ്കാരം. എന്തെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ട്, എന്നെ കോൺടാക്ട് ചെയ്യണമെന്ന് നിങ്ങൾ വിചാരിക്കുവാണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന മെയിൽ ഐ ഡിക്ക് നിങ്ങൾ മെയിൽ അയക്കാം. ഞങ്ങളുടെ ടീം നിങ്ങളൊപ്പം കോൺടാക്ട് ചെയ്യും. താങ്ക് യു.